ഹായ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് പെരി പെരി ചിക്കൻ മന്തിയാണ്. അപ്പോൾ പേര് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം, പെരി പെരി സോസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. പെരി പെരി സോസ് നല്ല സ്പൈസി ആയിട്ടുള്ളൊരു സംഭവമാണ്. ഞാനിവിടെ ചിക്കനിലും അതുപോലെ റൈസിലും പെരി പെരി സോസ് ചേർത്തിട്ടുണ്ട്. നമുക്ക് വീട്ടിൽ തന്നെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നൊരു സംഭവമാണിത്. ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് എല്ലായിടത്തും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഈ പെരി പെരി മന്തി കണ്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കുക, വളരെ ഈസിയാണ്. ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു 8-10 മുളക് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ചൂടുവെള്ളത്തിലാണ് ഇട്ട് വെച്ചത്. ഇപ്പോൾ കാശ്മീരി മുളക് ഉണ്ടെങ്കിൽ അത് ചെയ്യാം. ഞാനിപ്പോൾ സാധാ മുളകാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ കാശ്മീരിയാണ് എടുക്കുന്നതെങ്കിൽ കുറച്ചുകൂടി കളറും കിട്ടും, എരിവ് കുറഞ്ഞിരിക്കുകയും ചെയ്യും. അത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനി അത് നമ്മുടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നമുക്കത് അരച്ച് പേസ്റ്റാക്കി എടുക്കണം. അതിലേക്ക് ഒരു 5-6 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കണം. പിന്നെ മല്ലിച്ചപ്പ് കുറച്ച് മതി, ടേസ്റ്റിനനുസരിച്ച് മല്ലിച്ചപ്പ് ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ ലെമൺ ജ്യൂസ് വേണതിന് ഞാൻ ഒരു ഫുൾ നാരങ്ങ എടുത്തിട്ടുണ്ട്, ഒരു പുളിക്ക് വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മൾ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒലീവ് ഓയിൽ ഉണ്ടെങ്കിൽ അത് ഒഴിക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. ഓയിൽ നമ്മളിതൊരു പേസ്റ്റായി വരാൻ വേണ്ടിയിട്ട് ഉള്ള അളവിൽ ഒഴിച്ചാൽ മതി. ശേഷം കുറച്ച് മുളക് പൊടി ചേർത്തു. എന്നിട്ട് വീണ്ടും ഒന്നും കൂടി അരച്ചെടുക്കുകയാണ്. സൺഫ്ലവർ ഓയിൽ കൂടി പോകണ്ട, അപ്പോൾ ഇതിൽ ഒരുപാട് വാട്ടർ കണ്ടൻറ്റ് കൂടിപ്പോവും. എന്നിട്ട് പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക, സോസിന് ആവശ്യമുള്ള ഉപ്പ്. ഇപ്പോൾ ചെറുനാരങ്ങ നീരുള്ളപ്പോൾ തന്നെ കുറച്ച് വെള്ളം ഉണ്ടാവും, അപ്പോൾ അതിനനുസരിച്ചുള്ള ഓയിൽ ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ 2 വലിയ ചിക്കൻ പീസസാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് വരഞ്ഞു കൊടുക്കുക, നമ്മൾ മസാലയൊക്കെ ശരിക്കും പിടിക്കാൻ വേണ്ടിയിട്ടാണ്. 3 കപ്പ് ബസ്മതി അരി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ മന്തി ഉണ്ടാക്കുന്നത്. അതിലേക്ക് ഞാൻ ഈ വലിയ 2 പീസ് മാത്രമേ എടുത്തിട്ടുള്ളൂ. കൂടുതൽ ചിക്കനൊക്കെ വേണമെന്നുള്ളവർക്ക് കൂടുതൽ എടുക്കാം. നമുക്കിപ്പോൾ ഇത്രേ ആവശ്യമുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ 2 പീസിൽ നിർത്തിയത്. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള മസാല ഇതിലേക്ക് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കുക. ഇതിൻ്റെ നമ്മളിങ്ങനെ വരച്ച് കൊടുത്തിട്ടുണ്ടല്ലോ, ആ വരയിലൂടെയൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. എല്ലായിടത്തും എത്തത്തക്ക വിധത്തിൽ നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കുക. ശേഷം നമ്മളിതൊരു 2 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഫ്രിഡ്ജിൽ വെച്ചിരുന്നാൽ അത്രയും നല്ലത്. 2-3 മണിക്കൂർ വെക്കുക, അപ്പോഴാണ് ഇതിലേക്ക് ശരിക്കും അതിൻ്റെ ആ ടേസ്റ്റ് പിടിക്കുകയുള്ളൂ. അതിന് ശേഷം മാത്രമേ നമ്മൾ ഫ്രൈ ചെയ്യണത്. ഫ്രൈ ചെയ്യുമ്പോൾ സൂക്ഷിക്കേണ്ടത് ഒരുപാട് ഓയിൽ വേണ്ട, കുറച്ച് ഓയിൽ മതി. നമുക്കൊരു ഗ്രിൽഡ് ചിക്കൻ ആ സ്റ്റൈലിലാണ് കിട്ടേണ്ടത്, ഗ്രില്ല് ചെയ്തിട്ടുള്ളത് പോലെയാണ് കിട്ടേണ്ടത്. അപ്പോൾ വളരെ കുറച്ച് ഓയിലിൽ ലോ ഫ്ലെയിമിലിട്ടിട്ട് കുറച്ചധികം തന്നെ സമയം എടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. കുറച്ചധികം സമയം, ഞാനിപ്പോൾ ഒരു അരമണിക്കൂറൊക്കെ എടുത്തിട്ടുണ്ട് ഇത് ഇങ്ങനെ ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. കാരണം ഓയിൽ വളരെ കുറച്ചല്ലേ ഉള്ളൂ, അപ്പോൾ അതിൽ തീരെ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അതവിടെ മാറ്റി വെച്ചിട്ട് നമ്മൾ മന്തി ഉണ്ടാക്കാനുള്ള പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 4 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തു. ഓയിൽ കൂടുതൽ വേണം എന്നുള്ളവർക്ക് കൂടുതൽ ഒഴിക്കാം. ഞാൻ വളരെ കുറച്ചേ ഒഴിച്ചിട്ടുള്ളൂ. അതിലേക്ക് ഒരു 3 കഷ്ണം പട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട്. 5-6 ഏലക്കായ ഇട്ട് കൊടുക്കുക. പിന്നെ ഗ്രാമ്പുവാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്, ഒരു 5-6 എണ്ണം ഇട്ടിട്ടുണ്ട്. പിന്നെ ബേ ലീഫ് ഞാൻ 3 ചെറുതാണ്, 3 എണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കണം. 5-6 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതാണ് ഇട്ട് കൊടുക്കുന്നത്. റൈസിലേക്കാണ് കേട്ടോ, ചിക്കനിലേക്കല്ല. പിന്നെ ഒരു സവാള സ്ലൈസ് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു മീഡിയം സൈസ് സവാളയാണ്. ഇനി അത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. അത്യാവശ്യം നന്നായിട്ട് തന്നെ വഴന്ന് വരണം. ചെറുതായിട്ടൊന്ന് വാടിയാൽ മാത്രം പോരാ, ചെറുതായിട്ടൊന്ന് കളർ മാറിയാലൊന്നും പോരാ. നന്നായിട്ട് തന്നെ സവാള ഒന്ന് വേവിച്ചെടുക്കണം. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ട് ബാക്കി വന്ന സോസ് ഉണ്ടല്ലോ, അത് മുഴുവനായിട്ടും ഇട്ട് കൊടുക്കുക. നമ്മൾ ഉണ്ടാക്കിയ സോസ് മൊത്തമായി നമ്മൾ ചിക്കനിൽ തേച്ചിട്ടില്ല, ബാക്കിയുള്ളത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഒരുപാട് എരിവ് ഉണ്ടാവാനും പാടില്ല, എന്നാൽ സ്പൈസി ആവും വേണം. അപ്പോൾ ഇതിലേക്കിട്ട് ഉടനെ തന്നെ അരിയൊന്നും ഇട്ട് കൊടുക്കരുത്. ഇതിൻ്റെ ഒരു റോ ടേസ്റ്റ് ഒന്ന് മാറണം, എന്നിട്ട് ഈ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരണം. അതുവരെ ഒന്ന് 2 മിനിറ്റ് നേരം ഒന്ന് ഇളക്കി കൊടുക്കുക. ഈ അരിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ബസ്മതി റൈസാണ്, ഇതെല്ലാം ബസ്മതി റൈസാണ്. ഏതായാലും കുഴപ്പമില്ല, ബസ്മതി റൈസ് തന്നെ വേണം. കഴുകി വെള്ളമൊക്കെ വാർത്ത് ഞാനൊരു അരിപ്പയിൽ തന്നെ വെച്ചിരിക്കുകയാണ്.
ഇതൊരു 2 മിനിറ്റ് സമയം ഇങ്ങനെ ഇളക്കി ഈ സോസിൻ്റെ പച്ച കുത്ത് ടേസ്റ്റ് ഒന്ന് മാറണം. അതിനുശേഷം നമ്മൾ റൈസ് ഇട്ട് കൊടുത്തു. നന്നായിട്ട് വെള്ളം വാർക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യം തന്നെ അത് കഴുകി അതുപോലെ അരിപ്പയിലാക്കി വെച്ചത്. ഇനി ഈ റൈസ് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്യണ പോലെ ആക്കിയെടുക്കുക. അപ്പോൾ ചോറ് ആവുമ്പോൾ നമ്മൾ വറ്റ് തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ്. നന്നായിട്ടൊന്ന് ആ ചൂട് ഉള്ള എണ്ണയിലിട്ടിട്ടൊന്ന് ഇളക്കിയെടുക്കണം. അപ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റൈസാണിത്. നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കിയതിന് ശേഷം ഒരു 2 മിനിറ്റ് നേരം മതി കേട്ടോ. അതിലേക്കൊരു ചിക്കൻ ക്യൂബ് ഇട്ട് കൊടുക്കണം. മാഗിയുടെ ചിക്കൻ ക്യൂബ്. ഇപ്പോൾ ഒരു പാക്കിൽ 2 ക്യൂബാണ് ഉണ്ടാവുക. ഞാൻ ഒരു ക്യൂബ് അതിന് ഒരെണ്ണം എടുത്തിട്ടാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ചെറുതായിട്ടൊന്ന് പൊടിച്ചതിന് ശേഷം ഇട്ട് കൊടുക്കുക. കാരണം നമ്മളിതിലേക്ക് ചിക്കൻ്റെ സ്റ്റോക്കൊന്നും ഒഴിക്കണില്ല. ചിക്കൻ്റെ സ്റ്റോക്കൊക്കെ ഒഴിക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ആവശ്യമില്ല. ചിക്കൻ നമ്മൾ വേറെ ഫ്രൈ ചെയ്യാണല്ലോ ചെയ്തത്. അപ്പോൾ അത് ഒരു ക്യൂബ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. 3 കപ്പ് അരിയിലേക്ക് ഞാൻ ഒരു ചെറിയൊരു ക്യൂബ് മാത്രമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഒരുപാട് ഒന്നും ചേർത്തിട്ടില്ല. ചെറിയൊരു ടേസ്റ്റ് വരാൻ വേണ്ടി മാത്രം. എന്നിട്ട് അതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിലേക്കൊന്ന് എല്ലായിടത്തേക്കൊന്ന് എത്തത്തക്ക വിധത്തിലൊന്ന് ആക്കി കൊടുക്കുക. ശേഷം നമ്മൾ തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഞാൻ തൊട്ടിപ്പുറത്ത് അടുപ്പത്ത് വെള്ളം തിളപ്പിക്കാൻ വെച്ചതായിരുന്നു. അപ്പോൾ അത് ഒഴിക്കുമ്പോൾ തന്നെ അറിയാം തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളമാണെന്ന്. നല്ല തിളച്ച വെള്ളം തന്നെ ഒഴിക്കണം. 3 കപ്പ് അരിയിലേക്ക് 6 കപ്പ് വെള്ളം, അതായത് ഇരട്ടി വെള്ളമാണ് ഒഴിച്ചത്. പച്ചവെള്ളം ഒഴിച്ച് കൊടുക്കരുത് ഒരു കാരണവശാലും. കാരണം നമ്മൾ റൈസ് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ടുള്ളതാണ്. അതിലേക്ക് പച്ചവെള്ളം ഒഴിക്കരുത്. പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. പച്ചവെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ റൈസ് ഒന്ന് ഹാർഡായി പോകും. അപ്പോൾ അത് ചെയ്യരുത്. നല്ല തിളച്ച വെള്ളം ഉപ്പിട്ടതിന് ശേഷം അടച്ച് വെച്ച് വറ്റിക്കുകയാണ്. അപ്പോൾ അത് റൈസ് റെഡി ആയിട്ടുണ്ട്. ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചോറ് റെഡിയായി. അപ്പോൾ ഒന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്തു എല്ലായിടത്തേക്കും. എന്നിട്ട് വീണ്ടും അതുപോലെ തന്നെ ഒന്ന് പരത്തി അമർത്തി വെക്കുക. ആ വെള്ളം വറ്റുന്നതോടുകൂടി ചോറ് വേവും. അപ്പം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ അതിൻ്റെ മുകളിലേക്ക് ഒന്ന് വെച്ച് കൊടുക്കുകയാണ്. ഇനി ഇതിലിട്ടിട്ടാണ് നമുക്കിതിന് ഒരു സ്മോക്കി ടേസ്റ്റൊക്കെ കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. ഇനി അതിൽ നമ്മൾ ചാർക്കോൾ വെക്കാനുള്ള ഒരു ചെറിയ പാത്രം ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ചാർക്കോൾ നമ്മൾ കത്തിക്കുകയാണ്. 2 ചെറിയ പീസ് ചാർക്കോൾ നമുക്ക് നമ്മുടെ എല്ലായിടത്തും വാങ്ങിക്കാൻ കിട്ടും, സൂപ്പർ മാർക്കറ്റിലൊക്കെ. അപ്പോൾ അതൊന്ന് കത്തിച്ചിട്ട് അതിലേക്ക് വെച്ച് കൊടുക്കുക. ഇനി ഒരു ഇത്തിരി സൺഫ്ലവർ ഓയിലൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് പുകഞ്ഞോളും. പുക വരുമ്പോൾ ഉടനെ തന്നെ അടച്ചു വെക്കണം. അപ്പോൾ ഈ റൈസിലേക്കും ചിക്കനിലേക്കൊക്കെ ആ ഒരു സ്മോക്കി ടേസ്റ്റ് പിടിക്കണം. അതിന് വേണ്ടിയുള്ള സമയം നമ്മൾ കൊടുക്കണം. ഇനിയിപ്പോൾ അത് ഇപ്പം തന്നെ എടുത്ത് മാറ്റണ്ട. ഞാനിപ്പോൾ ഫ്ലെയിം ഓഫാക്കിയിട്ടില്ല. റൈസ് വെന്തു, പക്ഷേ ഫ്ലെയിം ഓഫാക്കിയിട്ടില്ല. ഒരു 5 മിനിറ്റ് നേരം ലോ ഫ്ലെയിമിലിട്ടിട്ട് ദം ചെയ്തെടുക്കുകയാണ്. ഞാൻ 1 മണിക്കൂറിന് ശേഷമാണ് ഞാൻ ഈ അടപ്പ് തുറക്കുന്നത്. 1 മണിക്കൂറിന് ശേഷം തുറക്കുമ്പോൾ ഇങ്ങനെയാണുള്ളത്. ചാർക്കോൾ എടുത്ത് മാറ്റി ചിക്കൻ പീസസും എടുത്ത് മാറ്റുകയാണ്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക. ഇപ്പോൾ ഇത് റൈസൊക്കെ നമുക്ക് ശരിക്കും നല്ല അടിപൊളി ഒരു സ്മെല്ലാണ് ഇതിന്. കാരണം സ്മോക്കി ടേസ്റ്റും എല്ലാം കൂടി ചേർന്നപ്പോൾ നല്ലൊരു സ്മെല്ലാണ്. നമ്മുടെ നഹിദി മന്തീനെ അതിനെയൊക്കെ കടത്തി വെട്ടും. അത്രയ്ക്ക് ടേസ്റ്റുള്ള മന്തിയാണ്. പെരി പെരി മന്തി അധികം ആരും ഇപ്പോൾ അങ്ങനെ ട്രൈ ചെയ്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കാണുമ്പോൾ തന്നെ അറിയാം വളരെ ഈസിയാണ് ഉണ്ടാക്കിയെടുക്കാൻ. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കുക. ഈ സോസ് നമ്മളൊന്ന് ഉണ്ടാക്കിയെടുക്കണമെന്നേ ഉള്ളൂ. അതുപോലെ ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോഴും ഓയിൽ വളരെ കുറച്ചധികം സമയം എടുത്തിട്ടൊന്ന് ചെയ്ത് നോക്കണം. വേറെ ഒന്നും ഇതിൻ്റെ കൂടെ വേണമെന്നില്ല. കാരണം സോസ് നമ്മൾ റൈസിലേക്കും ചേർക്കുന്നുണ്ട്. അപ്പോൾ ശരിക്കും ചിക്കൻ ക്യൂബ് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമ്മളെ സോസും ചേർത്തിട്ടുണ്ട്. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും തന്നെ ട്രൈ ചെയ്ത് നോക്കണം.